വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ശവപ്പെട്ടി എന്ന പദത്തോടുകൂടിയാണ്. ഈ ഒരു ശവപ്പെട്ടി ഒരുക്കി വെച്ചത് മറ്റാർക്കുമല്ലായിരുന്നു, മിസ്രൈമിൽ രണ്ടാമനായി ഉയർത്തപ്പെട്ട യോസഫിന് വേണ്ടിയായിരുന്നു. രാജപ്രൗഢിയോടുകൂടി മിസ്രൈമിലെ വാണരുളി ജീവിച്ച യോസഫ് തൻ്റെ 110 വയസ്സിലാണ് മരണമടയുന്നത്. മിസ്രൈമിലെ മഹത്തുക്കളുടെ അഹങ്കാരം ലേശമില്ലാതെ ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മക്കളെയും മക്കളുടെ മക്കളെയും കണ്ടനന്തരം ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും വാക്ക് സഹോദരന്മാരെ കേൾപ്പിച്ചനന്തരമാണ് യോസഫ് മരണത്തിലേക്ക് നീങ്ങിയത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മിസ്രൈമിലെ ശ്രേഷ്ഠനായ ഒരു അധികാരിയുടെ മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകുമ്പോൾ യോസഫിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന രാജപ്രൗഢിയോടുകൂടിയുള്ള ശവമഞ്ചത്തെപ്പറ്റിയോ അതിനെ എതിരേറ്റിരുന്ന കുതിരകളുടെയും രഥങ്ങളുടെയും എണ്ണത്തെപ്പറ്റിയോ ഒന്നും പ്രസ്താവിക്കാതെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യത്തിനായിരുന്നു തൻ്റെ എഴുത്തുകളിൽ ഊന്നൽ കൊടുത്തത്. അത് മറ്റൊന്നുമല്ല, യോസഫ് തൻ്റെ മരണസമയം വരെയും ആത്മാർത്ഥമായി വെച്ചു പുലർത്തിയ തൻ്റെ സഹോദര ബന്ധത്തെപ്പറ്റിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിൻ്റെ 24 വാക്യത്തിലൂടെ ആ സഹോദര ബന്ധത്തിൻ്റെ മഹത്വം കാണുന്നു. അതിങ്ങനെ: അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ 17 വയസ്സിൽ ഈ സഹോദരന്മാർ ഒരു ദാക്ഷിണ്യവും കൂടാതെ യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടതാണ്. എന്നിട്ട് ഇശ്മാലിയ കച്ചവടക്കാർക്ക് ഒരു അടിമയായി അവനെ വിറ്റതാണ്. ഇത്രയൊക്കെ ദോഷകരമായും ക്രൂരമായും തൻ്റെ സഹോദരന്മാർ തന്നോട് ചെയ്തുവെങ്കിലും അവരോടാരോടും യാതൊരു നീരസവും വെച്ച് പുലർത്താതെ അവരെ സ്നേഹിക്കുകയും തൻ്റെ സുഖകാലത്ത് അവരെ മറന്നുപോകാതെ അവർക്ക് വേണ്ടി കരുതുകയും ചെയ്തു. എന്തിനേറെ, തൻ്റെ 110 വയസ്സ് വരെ, അതായത് അവസാന ശ്വാസമെടുക്കുന്നത് വരെ സഹോദരന്മാർ എന്നും യോസഫിൻ്റെ സഹോദരന്മാർ തന്നെയായിരുന്നു. ആ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോയിരുന്നില്ല. നമ്മിൽ പലരും ഇന്ന് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമത്രേ ഇത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും തമ്മിൽ വഴക്കടിച്ചും പിണങ്ങിയും ഇരിക്കുന്ന എത്രയോ സഹോദരന്മാർ ഇന്നത്തെ പല ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലുമുണ്ട്. രക്തബന്ധങ്ങൾക്കും ആത്മീയ ബന്ധങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ഇവർ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തിരുവചനത്തിലൂടെ എല്ലാ സഹോദരന്മാരോടുമായി പറയുവാനുള്ളത് യോഹന്നാന്റെ 1 ലേഖനം 4 അധ്യായം 20 വാക്യം: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സഹോദര ബന്ധം പാവനമായി സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതിനാൽ നമുക്ക് പൊറുക്കാം, ക്ഷമിക്കാം, എല്ലാം മറക്കാം, എന്നിട്ട് സ്നേഹിക്കുവാൻ ആരംഭിക്കാം. നമ്മുടെ സഹോദരന്മാരെ, അവർ അത് രക്തബന്ധമായിക്കൊള്ളട്ടെ, ആത്മീയ ബന്ധമായിക്കൊള്ളട്ടെ, അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. ആ സ്നേഹം നിലനിന്ന് പോകട്ടെ, നാം ശവപ്പെട്ടിയിൽ ആകുന്നത് വരെ. ഹാവ് എ പ്ലസന്റ് ഡേ.